ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ രാവിലത്തെ വ്ളോഗ് ആയിട്ടോ വന്നിട്ടുള്ളത്. ഫുഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ്, കാരണം എൻ്റെ അടുത്ത് സെൽഫി സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഓരോന്നും ഇങ്ങനെ എടുക്കലും. അന്ന് രാവിലെ നല്ല ഓട്ടപ്പാച്ചിലാണ് ഇവിടെ. എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവില്ല രാവിലെ എണീക്കുമ്പോൾ. പിന്നെ ഞാൻ ഇതാ ചായ കുടിക്കാൻ പോവുകയാണ്. ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി 10 മണി ആയിട്ടോ, 10 മണി ആവാനായി. സമയത്ത് 10 മണിയായി. മക്കളൊക്കെ പോയി, 3 പോയി. അപ്പോൾ മൂന്നാൾക്ക് 3 സമയത്താണ് ഇറങ്ങുക. ഒരാൾ 9 മണിക്ക് ഇറങ്ങും, ഒരാൾ 9:20 ഇറങ്ങും, ഒരാൾ 9:45 ഇറങ്ങും. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ഇന്നലെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പത്തിരിയൊക്കെ ചുട്ടു. പക്ഷെ പത്തിരി തീർന്നു. പിന്നെ ഞാനിങ്ങനെ പൂരിൻ്റെ പാക്ക് വാങ്ങലാണ്, എലൈറ്റിൻ്റെ പൂരിൻ്റെ പാക്ക്. അതുപോലെ ചപ്പാത്തി എപ്പോഴെങ്കിലും വെള്ളപ്പത്തിൻ്റെ പൊടി വാങ്ങല്. കാരണം തീരെ വയ്യാണ്ടാവുമ്പോൾ ആണ് ഇങ്ങനെ വാങ്ങിക്കൽ കേട്ടോ. പിന്നെ എന്നും അരിൻ്റെ ഭക്ഷണമാകുമ്പോൾ കുട്ടികൾക്ക് ഒരു ഇഷ്ടക്കുറവല്ലേ. പിന്നെ പുട്ട് ചെയ്യാൻ നോക്കൊരു ഇഷ്ടമില്ല. പുട്ട് കഴിച്ചാൽ അവൾക്ക് എന്താ അറിയില്ല, ഒരു ഛർദി വരും. അപ്പോൾ ഇഷ്ടമല്ല മുപ്പത്തിക്ക്. 2 ആൾക്ക് 2 ഫുഡൊന്നും ഉണ്ടാക്കപ്പോൾ രാവിലെ നമുക്ക് നേരമില്ല. അപ്പോൾ ഇന്നലെ ചമ്മന്തി സ്കൂളിലേക്ക് ചമ്മന്തി, ഇന്ന് ചമ്മന്തി ചിക്കനും ഇതൊക്കെ ആയിരുന്നു. ഇന്നലെ ചമ്മന്തി സോയാബീനും ഉപ്പേരിയായിരുന്നു. അപ്പോൾ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്നും ചമ്മന്തി വേണട്ടമ്മ എന്നൊക്കെ പറഞ്ഞു. ആ ചമ്മന്തി എന്നൊരു നൊസ്റ്റാൾജിയല്ലേ. നമ്മളെ കുട്ടിക്കാലത്ത് ചമ്മന്തി, എപ്പോഴെങ്കിലും ഒരു കോഴിമുട്ട പൊരിച്ചത്, പിന്നെ ഉപ്പേരി, പിന്നെ തക്കാളി താളിപ്പൂ അല്ലേ. 7ാം ക്ലാസ് വരെ നമ്മൾ സ്കൂളത്തെ ഫുഡാട്ടോ ഞാനും കഴിച്ച്. ചെറുപയറും ചോറും അതിൻ്റെ ഒരു രസം അത് വേറെ തന്നെ അല്ലേ. ഇന്നത്തെ പോലെ അങ്ങനെ ചെറുപയറും ചോറും മിക്സ് ചെയ്തിട്ടില്ല. ചെറുപയർ കറിയായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ അടിപൊളി ഫുഡാട്ടോ. ഇന്നത്തെ ഗവൺമെൻറ് സ്കൂളൊക്കെ അടിപൊളി ഫുഡാണ്. സർക്കാർ അതിനൊക്കെ ഒരുപാട് നമ്മൾ. പക്ഷേ അന്നത്തെ ചെറുപയർക്കും, നിങ്ങൾ ചെറുപയറും കറിയും കഴിച്ചവരുണ്ടോ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് വരിന്ന് ഞാൻ കൊണ്ടോട്ടി GMLP സ്കൂൾ കാന്തക്കാടാണ് പഠിച്ചത്. പിന്നെ GMLP കാഞ്ഞിരത്തെങ്കിലും. അപ്പോൾ കാന്തക്കാട് സ്കൂളിലായ സമയത്ത് വെള്ളം കൊണ്ടുകൊടുക്കുക. വെള്ളം കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്താ അതായത് കുഞ്ഞു കുഞ്ഞു കുടങ്ങളായിരിക്കും. കുട്ടികൾക്ക് വെള്ളം കൊണ്ടുവരാമെന്ന് കരുതിയിട്ടായിരിക്കും ഒരുപാട് കുടം ഉണ്ടാവും. 1-2 ആളുകൾ വെള്ളം കോരാൻ നിൽക്കും. ബാക്കിയുള്ളവരൊക്കെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പൈസ ഉള്ള പേരത്തെ കുട്ടികളൊന്നും ഉണ്ടാവില്ല. നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് സാമ്പത്തികമായിട്ട് ഇടത്തരത്തിലും താഴ്ന്ന തട്ടിലുള്ള കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ ഹെൽപ്പ് ചെയ്യാണ്ടാവുക. വളരെ അപൂർവമാണ് സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾ എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്ത്. അന്നത്തെ ഇന്നത്തെ ചുറ്റുപാട് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഓരോരു വേറെ ഓരോ ഡ്രസ്സ്, ഓരോ ചെരുപ്പ്, ഓരോ പുസ്തകങ്ങൾ, അതൊക്കെ ഓരോ ബാഗ്, അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. നമ്മളെ സാമ്പത്തികത്തിനനുസരിച്ച് അതിനനുസരിച്ച് തന്നെ സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ബോണ്ടായിരുന്നു അന്നത്തെ കാലത്തെ കൂട്ടായ്മക്ക്. ഇന്നത്തേനേക്കാളേറെ ഭയങ്കര ആത്മാർത്ഥത. ഇന്നിപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് കണ്ടില്ലെങ്കിലും ഒന്നും പ്രശ്നമല്ല. അന്ന് പിന്നെ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഓരോ കഥ പറഞ്ഞ കേട്ടോ. അപ്പോൾ അന്ന് സ്കൂളിൽ നമ്മൾ വെള്ളം കോരി കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചെറുപയർ കറി കിട്ടും. അതായത് ചോറ്റുപാത്രമാണ്. എന്നൊന്നും പ്ലേറ്റല്ല കൊണ്ടുപോകുക, ചോറ്റുപാത്രമാണ്. ഞാനൊക്കെ ചോറ്റുപാത്രമാണ് കൊണ്ടുപോയിരുന്നത്. ചോറ്റുപാത്രത്തിൽ ചോറും കിട്ടും. അതിൻ്റെ കൂടെ ഞാനൊക്കെ കുറച്ച് ചോറ് വാങ്ങിയിട്ട് ചെറുപയർ കറി തോനെ വാങ്ങുക ചെയ്യുക. എനിക്കിഷ്ടമാണ് ചെറുപയർ കറി. ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങുക ചെയ്യാണ്ട് നമ്മൾ വെള്ളം കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ നിന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ചെറുപയർ കറി അവിടെ ഉണ്ടാവും. അന്ന് കറി വെച്ച ചേച്ചീൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ചോറ് വെച്ച് ഒരു മൂക്കുത്തിയൊക്കെ കുത്തിയിട്ട് നല്ല കടിച്ചിട്ടൊരു ചേച്ചിയായിരുന്നു, മറന്നുപോയി. ഒരു മുഖം എപ്പോഴും എൻ്റെ മനസ്സിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ളൊരു ഓർമ്മകളായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഇഷ്ടമായിട്ട് നീ സാമ്പാറൊക്കെ ഉണ്ട്, സാമ്പാറിന് തേങ്ങ അരച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം. ബാക്കി പണിയൊക്കെ കഴിഞ്ഞു. അലക്കാൻ വേണ്ടി മെഷീനിലിട്ടുണ്ട്. അപ്പം പിന്നെ അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ പിന്നെ രാവിലത്തെ ഫുഡ് എങ്ങനെയായാലും എത്ര വയ്യെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കും. മക്കൾ രാവിലെ നല്ല ഫുഡ് കഴിച്ച് പോയാൽ നമുക്ക് സന്തോഷം. അപ്പം ഞാൻ പൂരിയൊക്കെ ചുട്ടി 4 പൂരിയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പൂരി കേട്ടോ. പിന്നെ എന്താ പറയുക, ഒപ്പം നമ്മളിങ്ങനെ എണ്ണയിലേക്ക് ഇടരുത്. എണ്ണ നല്ല ചൂടിലിട്ട് പെട്ടെന്ന് ഇങ്ങനെ നല്ല പൊന്തി വന്ന് നന്നായിട്ട് വേവും. അതിന് എണ്ണ ചൂടറിയാം. ഇത് വേഗം എണ്ണ നന്നായിട്ട് കുടിക്കും കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലേ ഞാൻ പൂരി ഉണ്ടാക്കലുള്ളൂ. ഞാനങ്ങനെയാണ്. തിങ്കൾ ഇഡ്ഡലി, ചൊവ്വ പിന്നെ ദോശ, ബുധനാഴ്ച
ചപ്പാത്തിയോ പൂരിയോ എന്തെങ്കിലും ഉണ്ടാക്കും. വ്യാഴാഴ്ച വെള്ളപ്പം ഉണ്ടാക്കും, അല്ലെങ്കിൽ പത്തിരി ആരെങ്കിലും പരത്തി തന്നാൽ കേട്ടോ. ഞാൻ വായുത വന്നപ്പം പത്തിരിയൊക്കെ പരത്തി വെച്ചത് ഇന്നലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് പത്തിരി ബാക്കി പൂരി കിട്ടും. നാളെ ഇഡ്ഡലി. അപ്പം അതിൻ്റെ ബാക്കി ശനിയാഴ്ച നാളേക്ക് ഇനി കുറച്ച് ദോശയൊക്കെ മാവിടുള്ളൂ. പിന്നെന്താ വെച്ചാൽ ശനിയാഴ്ച പുട്ട്. സ്കൂളിൽ പോകാത്ത ഞാൻ പുട്ടുണ്ടാക്കും. സ്കൂളിൽ കുട്ടികൾ പുട്ടൊക്കെ കഴിച്ച് പോയിട്ട് പിന്നെ കുട്ടികൾക്ക് ഛർദിയൊക്കെ ആകുമ്പോൾ പെരന്നാകുമ്പോൾ പുട്ട് തിന്നിട്ടില്ലെങ്കിൽ കഞ്ഞിയോ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. സ്കൂളിൽ പോയിട്ട് പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ സ്കൂളിലുള്ള ദിവസം പുട്ട് ഉണ്ടാക്കുകയില്ല. എത്ര വയ്യെങ്കിലും ഉപ്പ് ഉണ്ടാക്കില്ല. മോൾക്ക് പുട്ട് കഴിക്കുന്ന ദിവസമൊക്കെ ഛർദിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കൽ. പിന്നെ ഞായറാഴ്ച പിന്നെ എന്താ പറയുക, ചിലപ്പോൾ ഉപ്പുമാവോ അങ്ങനെ സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് 10 നല്ല കഞ്ഞിയും പയറോ അങ്ങനെ എന്തെങ്കിലും ആക്കും. അതിന് രാവിലെ ഞായറാഴ്ച ആണെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ആവുക, കുറച്ച് പണി കുറക്കാൻ പറ്റും. അങ്ങനെയാണ് ദിവസങ്ങളൊക്കെ പോണത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർമ്മിച്ചതാട്ടോ. സ്കൂളിൽ പോയതും നമ്മൾ പോയിരുന്ന ഈ സമയത്തൊക്കെ നല്ല പുരപുരാ മഴ കഴിഞ്ഞില്ല അല്ലേ. ഞങ്ങൾക്കൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടോട്ടിന്ന് 2.5 കിലോമീറ്റർ ഉണ്ട് നമ്മളെ വീട്ടിലേക്ക്. അവിടുന്ന് പിന്നെ നടന്നിട്ട് വേണം. ഇന്നിപ്പോൾ എയ്സ് ഉണ്ട്, കൊണ്ടോട്ടിയിൽ എയ്സ് ഉണ്ട്, ഓട്ടോ ഉണ്ട്. കുട്ടികളൊക്കെ മക്കളൊക്കെ ഇപ്പോൾ നമ്മളെ മുറ്റത്തു നിന്ന് വണ്ടി കയറി പോണേ. നമ്മളൊക്കെ പിന്നെ 1-ാം ക്ലാസ് ചേർന്നപ്പോൾ തന്നെ ഒറ്റക്ക് മറ്റു മുതിർന്ന കുട്ടികളെ പിന്നാലെ ഇങ്ങനെ നടന്നു പോവുക ചെയ്യുക. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കുറവാണ്. കുട്ടികൾ വലിയ പിന്നെ നമുക്ക് പേടിയാണ് കുട്ടികൾ സേഫായിട്ട് വീട്ടിലെത്തൂലേ. കാരണം കാലം പുരോഗമിക്കും തോറും മനുഷ്യനുള്ള മനുഷ്യത്വം കുറഞ്ഞു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളൊക്കെ കുട്ടികളായിരുന്നു ഒറ്റയ്ക്ക് യാത്ര ചെയ്താലും നമ്മളെ അമ്മമാർക്ക് പേടിയില്ല, അമ്മക്ക് പേടിയില്ല, ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയൊന്നുമില്ല. കാരണം വഴിയിൽ ഒരു ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവുള്ള പോലെ എല്ലാവർക്കും നല്ല പരിചയമാണ്. അതായത് ഇന്ന ആളെ കുട്ടിയാണ് ഈ വരുന്നത് എന്നുള്ളത് നടന്നു പോകുമ്പോൾ ആ നാട്ടിൽ ഏകദേശം എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട്. അത് ഇന്ന ആളെ കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി നേരം വൈകി കഴിഞ്ഞാൽ എന്തെത്ര നേരം വൈകി അത് ചോദിക്കാൻ കുറേ ആളുകളുണ്ട് റോട്ടിലെ സൈഡിൽ. അപ്പോൾ നമുക്ക് പേടിയ സത്യത്തിൽ മഴ കൊണ്ട് പോവുകയാണെങ്കിലും. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മ, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് പ്രേമലതയായിരുന്നു. ഓൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പ്രേമ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓളെ വടകരക്കാണ് കല്യാണം അയച്ച്. അപ്പോൾ ഓളും ഞാനാണ് കൂട്ടുകാർ. അപ്പോൾ ഓളച്ഛൻ അന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തോ ഒരു ജോലിയുണ്ട്. അപ്പോൾ അമ്മക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു മാനസികമായിട്ടൊരു ചെറിയ പ്രയാസമുള്ളൊരു അമ്മയാണ്. നമുക്ക് 2 ചേച്ചിമാരും ഒരു ഏട്ടനും. ഞാനവിടെ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ എൻ്റെ അടുത്ത് നമ്മളെ ഈ പെട്ടി അലൂമിനിയം പെട്ടിയായിരുന്നു പുസ്തകം വെക്കാൻ. അങ്ങനെ ഞങ്ങൾ 2 കൂടി എൻ്റെ പെട്ടിയിലാണ് പുസ്തകം വെക്കുക. എന്നിട്ട് എൻ്റെ അടുത്തൊരു കുട ഉണ്ടാവുക. അപ്പോൾ മഴ കൊള്ളണം, 2 മഴ കൊള്ളണം. ഇപ്പോൾ സ്കൂളിൽ വരുമ്പോൾ മഴ കൊണ്ട് പോരാൻ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്യും, അന്ന് പോസ്റ്റാണ് അടയാളം വെക്കുക. അന്നൊക്കെ പറയാം പോസ്റ്റിംഗ് കാല് എന്നാണ്. ഞാനൊക്കെ അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ നമുക്കറിയാം പോസ്റ്റാണ് അല്ലെങ്കിൽ കാലാണ്. അപ്പോൾ ഒരു പോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു പോസ്റ്റ് വരും, ഒരാൾ പെട്ടി കൈ പിടിക്കും, മറ്റാൾ മഴ നനയും. അപ്പോൾ കുട പെട്ടി പിടിച്ച ആൾ മഴ നനഞ്ഞ് പെട്ടി പിടിച്ച് പോവുക. ബുക്ക് നനയൂലല്ലോ. അപ്പോൾ മറ്റാൾ കുട പിടിക്കുക. വെറുതെ വെട്ടിത്താണ് ചെയ്യുന്നത്. കാരണം എന്തായാലും നനയും. പക്ഷെ കുട ഉണ്ടായതുകൊണ്ട് മഴ നനഞ്ഞ് പോകണ്ടെന്ന്. കുട വലിയ കുടയാണ്, കൂട്ടി ബാഗിലൊന്നും വെക്കാൻ കഴിയും. ഇന്നത്തെ പോലെ 3 ഫോൾഡും ഒന്നുമല്ലല്ലോ കുടകൾ. എനിക്കാണെങ്കിൽ 2-ാം ക്ലാസ്സിൽ നിന്ന് ഒരു കുട വാങ്ങിയിട്ട് പിന്നെ 7-ാം ക്ലാസ്സിൽ നിന്ന് പുതിയ കുട, അങ്ങനെ വലിയ കറുത്തൊരു ശീലക്കുട. അതിന്മേൽ എൻ്റെ പേര് എഴുതി ഇനീഷിലൊക്കെ എഴുതിയൊരു കുടയായിരുന്നു. റോസ് നൂലുകൊണ്ടായിരുന്നു അന്ന് തുന്നിയുണ്ടായിരുന്നു. ആ രസമുള്ള കുറേ ഓർമ്മകളായിരുന്നു നമ്മളെ കുട്ടിക്കാലത്ത്. അപ്പം മഴ നനഞ്ഞിങ്ങനെ പോകും. അത് നമ്മൾക്ക് നല്ല കയറ്റുണ്ട് റോഡൊക്കെ. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുമ്പോൾ വെള്ളം ഇങ്ങനെ തട്ടായി. അന്ന് നമ്മൾ തിരമാലൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ വീഡിയോ ആയാലും സിനിമയിലൊക്കെ എപ്പോഴെങ്കിലും ഒരു കടലൊക്കെ കണ്ടെങ്കിലായി. അപ്പോൾ ഈ തിരമാല വരുന്ന പോലെ വെള്ളം ഇങ്ങനെ ഞൊറിയിട്ടാണല്ലോ ഇങ്ങനെ താഴത്തേക്ക് പോവുക. അപ്പോൾ അതിൽ ഓരോ ഞൊറിയിലും ചാടി പുറത്ത് പോകുന്നത് ഫുള്ള് നനഞ്ഞ് കുതിർന്ന് പിറ്റേന്നൊക്കെ യൂണിഫോമൊക്കെ എന്താ പറയുക നനഞ്ഞ യൂണിഫോം ഇട്ടാണല്ലോ നമ്മൾ സ്കൂളിൽ പോവുക. എന്നിപ്പോൾ നമ്മളെ കുട്ടികൾ നനഞ്ഞ കിട്ടും. നമ്മൾ 2-3 കൂട്ട് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയും പിന്നെന്താ പറയുക ഇസ്തിരിയിട്ടും ഒക്കെ. അന്നിങ്ങനെ സ്കൂളിലൊക്കെ അതൊരു പിഴിച്ചിലാണ്. അപ്പോൾ അവിടെ പിടിച്ചിങ്ങനെ തട്ടം കൂട്ടി ഇങ്ങനെ ഒരു നനവോട് കൂടി ക്ലാസ്സിൽ ഇരിക്കണം. നിങ്ങൾക്കതൊക്കെ ഓർമ്മ ഉണ്ടോ?
ആ കാലഘട്ടത്തിൽ കടന്നു പോയാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ സ്കൂൾ ഓർമ്മകളൊക്കെ പങ്കുവെക്കണം കേട്ടോ. ഞാൻ വെറുതെ രസമായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വർത്താനം പറയും കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അയ്യോ, ചായ ഇത് ചൂടാക്കി വെച്ചു. എനിക്കുള്ള ചായ കൂടെ കേട്ടോ. ഇത് പട്ടാണിക്കട, പട്ടാണിയുണ്ട് നമ്മൾ ഈ സ്റ്റൂ പോലെ കറി വെച്ചതാട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് പിന്നെന്താ പറയുക, കശുവണ്ടിയൊക്കെ അരച്ച്. ഞാൻ പിന്നെ എന്താ വെച്ചാൽ പട്ടാണി നന്നായിട്ട് വേവിക്കും, നന്നായിട്ട് ഉടക്കും. കുറച്ച് പട്ടാണി ഉണ്ടാവുള്ളൂ കഴിക്കാൻ മാത്രം. ഇത് ഞാൻ മുളപ്പിച്ച പട്ടാണിയാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഒരിത്തിരി കറിയെ കൂട്ടുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഉടച്ച് കഴിഞ്ഞാൽ വെച്ചാൽ അത് ഈ തേങ്ങേൻ്റെ കൂടെ ഈ കറീൻ്റെ കൂടെ അവർ കഴിക്കും. മറ്റേ പട്ടാണി അവരെടുത്ത് കഴിക്കില്ല. അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ ഇത് ചമ്മന്തിയാണ്. ഒരു കയ്യിൽ നിന്ന് തുറക്കാൻ വയ്യാത്തൊന്നും തുറക്കണില്ല. ജസ്റ്റ് ഇതല്ലോ ചമ്മന്തിയാണ്. ഇതെനിക്ക് കഴിക്കാൻ മാത്രം കേട്ടോ. ഉച്ചക്കുപ്പേരി ഞാനുണ്ടാക്കിയതിൻ്റെ ബാക്കി കേട്ടോ. ചിക്കൻ്റെ ഒരു പീസും പിന്നെ കഞ്ഞിവെള്ളം. ഇനി രാത്രി എന്തെങ്കിലും ഇന്നിപ്പോൾ സാമ്പാറുണ്ടാക്കണം. അന്ന് രാത്രിയൊക്കെ സാമ്പാർ ചിക്കൻ പൊരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതൊക്കെ ഇപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ തോരടാനുള്ളൂ. ബാക്കി പണിയൊക്കെ കഴിഞ്ഞു.